തൈറോക്സിൻ ഗുളിക കഴിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഹൈപ്പോ തൈറോയിഡിസം സർവ്വസാധാരണമാണ്. ഇതിന് തൈറോക്സിൻ ഗുളിക കഴിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സാധാരണ 100 ഗുളികകൾ അടങ്ങുന്ന കുപ്പിയിലാണ് ഇത് ലഭിക്കുന്നത്. മിക്ക ആളുകൾക്കും 3 മാസം കൊണ്ടേ ഗുളിക തീരും. ഈർപ്പം, ചൂട്, സൂര്യപ്രകാശം ഇവ ഗുളികയുടെ വീര്യം കുറയ്ക്കും. അതിനാൽ ഇരുണ്ട നിറമുള്ള കുപ്പികളിൽ ഭദ്രമായി അടച്ചു വേണം ഇവ സൂക്ഷിക്കാനായിട്ട്. തൈറോക്സിൻ ഗുളിക രാവിലെ വെറും വയറ്റിൽ വേണം കഴിക്കാൻ. സോയ, പാൽ ഉൽപ്പന്നങ്ങൾ, കാൽസ്യം, അയൺ ഇവ അടങ്ങിയ മരുന്നുകൾ, ചില അസിഡിറ്റി മരുന്നുകൾ എന്നിവ തൈറോക്സിൻ്റെ ആഗിരണം തടസ്സപ്പെടുത്തും. തൈറോക്സിൻ കൃത്യ അളവിൽ കഴിച്ചാൽ ഒരു പാർശ്വഫലവും ഉണ്ടാവില്ല. പതിവായി ഉയർന്ന ഡോസ് കഴിച്ചാൽ എല്ലുകൾക്ക് തേയ്മാനം, ഹൃദയതാളം തെറ്റുക, ശരീരഭാരം കുറയുക, പ്രമേഹം എന്നിവ വരാനിടയുണ്ട്. ഗർഭധാരണത്തിന് മുമ്പേ തൈറോയ്ഡ് പ്രവർത്തനം സാധാരണ നിലയിലാണോ എന്ന് പരിശോധിച്ചറിയണം. ഗർഭസ്ഥ ശിശുവിൻ്റെ ആദ്യ 3-4 മാസം തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ല. ഈ സമയത്ത് അമ്മയിൽ നിന്ന് കിട്ടുന്ന തൈറോയ്ഡ് ഹോർമോൺ കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. അതിനാൽ ഗർഭാവസ്ഥയിൽ അമ്മയുടെ തൈറോയിഡിൻ്റെ ശരിയായ പ്രവർത്തനം അത്യാവശ്യമാണ്. ഗർഭകാലത്തുടനീളം തൈറോയ്ഡ് പരിശോധന തുടരണം. തൈറോയ്ഡ് മരുന്നുകൾ ഗർഭകാലത്ത് മുടക്കരുത്. ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവരിൽ മരുന്ന് മുടങ്ങിയാൽ ഗർഭമലസാം. ഹൈപ്പോ തൈറോയിഡിസത്തിനുള്ള ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയും മറ്റും മുടങ്ങിയാൽ കുട്ടിയുടെ ബുദ്ധി വളർച്ച മുരടിച്ച് ക്രെറ്റിനിസം പോലുള്ള രോഗാവസ്ഥകളിലേക്കും വഴിതെളിക്കാം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിന് അയഡിൻ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അയഡിൻ അടങ്ങിയിട്ടുള്ള ആഹാരം നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്.